സമയം ഏകദേശം 8 മണിയോടടുത്തിരുന്നു. ആരോഗ്യ ഓഫീസിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വന്നു. മാഡം, സെക്യൂരിറ്റി വിളിക്കുന്ന കേട്ട് അവൾ തിരിഞ്ഞു നോക്കി. മാഡത്തിന് പോകുവാനായി വണ്ടി അറേഞ്ച് ചെയ്യണമെന്ന് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഡ്രൈവറെ വിളിക്കാം. മാഡം ഒന്ന് വെയിറ്റ് ചെയ്യാമോ എന്ന് സെക്യൂരിറ്റി അവളോട് ചോദിച്ചു. അവൾ തലകുലുക്കി. അല്പനിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഒരു വൈറ്റ് കളർ ഇനോവ ക്രിസ്റ്റ അവളുടെ അരികിലേക്ക് വന്ന് നിന്നു. ആരോഗ്യ വണ്ടിയിലേക്ക് കയറി. എവിടേക്കാണ് പോകേണ്ടത് എന്നുള്ള റൂട്ടൊക്കെ അവൾ ഡ്രൈവർക്ക് പറഞ്ഞു കൊടുത്തു. മാന്യനായ ഒരു ചെറുപ്പക്കാരനായിരുന്നു ഡ്രൈവർ. ആരോഗ്യയോട് വളരെ നീറ്റായിട്ടാണ് അദ്ദേഹം പെരുമാറിയത്. ആരോഹി കാറിലിരിക്കവേ വസുധ ഒന്ന് രണ്ട് വട്ടം അവളെ വിളിച്ചിരുന്നു. കമ്പനി വണ്ടിയിൽ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് അവൾ പറഞ്ഞു. വസുധ ഫോൺ വിളിക്കുന്നതും അക്ഷമയുടെ ഉമ്മറത്തിരിക്കുന്നതുമൊക്കെ ഗായത്രി കാണുന്നുണ്ടായിരുന്നു. പുച്ഛത്തോടെ അവർ വസുധയെ നോക്കി. എന്നിട്ട് വസുധയുടെ അരികിലേക്ക് ഇറങ്ങി വന്നു. എന്താടി, ഊര് ചുറ്റാൻ പോയ നിന്റെ മോള് ഇതുവരെ മടങ്ങിയെത്തിയിട്ടില്ലേ? ഗായത്രിയുടെ ശബ്ദം കേട്ട് വസുധ തിരിഞ്ഞു നോക്കി. അവർ പറയുന്ന കേട്ടതും ദേഷ്യം വന്നു. എന്നാലും സംയമനം പാലിച്ചു നിൽക്കുകയല്ലാതെ മറ്റൊരു മാർഗമില്ലായിരുന്നു. ഭർത്താവ് വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്ന് പോകണം. അച്ഛന്റെ സന്തോഷം നോക്കി നിന്നതാണ്. അതിന്റെ പേരിലാണ് ഇത്രയും വിഷയങ്ങൾ ഉണ്ടായത്. ഇവിടെ വന്നില്ലായിരുന്നുവെങ്കിൽ തന്റെ മകൾ ഒരിക്കലും അർജുനുമായി അടുക്കില്ലായിരുന്നു. ഈ തറവാട്ടിലെ പൊറുതിയാണ് പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. ആരോഗ്യയെക്കുറിച്ച് ഓർത്തപ്പോ വസ്തുയ്ക്ക് നെഞ്ചു വിങ്ങിപ്പൊട്ടി. ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പഠിച്ചു മേടിച്ച ജോലിയാണ്. എന്നാൽ ആരോഗ്യ വരാത്ത വിഷമത്തിൽ വഴിക്കണ്ണുമായി ഇരിക്കുന്ന വസ്തുയ്ക്ക് ഗായത്രിയോട് കൂടുതലൊന്നും പറയാൻ തോന്നിയില്ല. വസ്തുയുടെ മൗനം ഒരു ആയുധമാക്കി എടുത്ത് ഗായത്രി. വസുധ മിണ്ടാതിരിക്കുന്നത് അവൾക്ക് ഈ കാര്യത്തിൽ പ്രത്യേകിച്ച് മറുപടിയൊന്നും പറയാനില്ലാത്തതുകൊണ്ടാവൂന്ന് കരുതി. ഗായത്രി നിർത്താൻ ഉദ്ദേശമില്ലാത്ത പോലെ തുടർന്നു. കാര്യം അവൾ എന്റെ മകന്റെ തലയിൽ നിന്ന് ഒഴിഞ്ഞുപോയി. അതുകൊണ്ട് അവളുടെ കൂടുതൽ കാര്യങ്ങളൊന്നും അന്വേഷിക്കേണ്ട. ഒരു ഉത്തരവാദിത്വം എനിക്കില്ല. എന്നാലും ഈ തറവാട്ടിലെ ഒരു പെൺകുട്ടിയല്ലേ ഈ കണ്ടിടം നിറങ്ങി പാതിരാത്രിക്ക് ഇവിടെ വന്ന് കേറുന്നത്? പിഴച്ചു പോയാൽ നാണക്കേട് മൊത്തം കുടുംബത്തിനല്ലേ? ഗായത്രി ആരോടുന്നില്ലാതെ പറയുകയാണ്. താഴേക്ക് കൈകൊടുത്ത് വസുധയെ നോക്കി സഹതാപത്തോടെ പറയുന്ന ഗായത്രിയെ പുച്ഛത്തോടെ നോക്കിക്കൊണ്ട് വസുധ ഇരുന്നിടത്ത് നിന്ന് എണീറ്റു. എടത്തി പറഞ്ഞു പറഞ്ഞത് എങ്ങോട്ടാ കയറിപ്പോകുന്നേ? ആദ്യം സ്വന്തം കണ്ണിലെ കോലെടുത്ത് കളയും. എന്നിട്ട് മതി മറ്റുള്ളവരുടെ കണ്ണിലെ കരടെടുക്കാൻ വരുന്നത്. ഞാൻ പറഞ്ഞത് ഇടത്തേക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ? സ്വന്തം മക്കളെ നിലയ്ക്ക് നിർത്താൻ പഠിക്കാദ്യം. അതിനുശേഷമാകാം എന്റെ മകളുടെ കാര്യം നോക്കുന്നതൊക്കെ. വളരെ ചുരുങ്ങിയ വാക്കുകളിലാണ് വസുധ മറുപടി പറഞ്ഞതെങ്കിലും അത് കൃത്യമായി തന്നെ ഗായത്രിക്ക് കൊള്ളേൻ്റെ അടുത്ത് തന്നെ കൊണ്ടു. അത് വിളിച്ചോതുന്ന തരത്തിലുള്ളതായിരുന്നു അവരുടെ മുഖവും മുഖഭാവങ്ങളും. ഡീഡി, മതി, നീ അധികം നിഗളിക്കേണ്ട. കാര്യം ശരിയാണ്. എന്റെ മകന്റെ ജീവിതത്തിൽ ഒരുപാട് പെണ്ണുങ്ങൾ വന്നുപോയിട്ടുണ്ട്. അതിലൊരുവളാടി നിന്റെ മോളും. അത് നീ മറക്കാതിരിക്കുന്നതാവും നിനക്ക് നല്ലത്. ഗായത്രി അത് പറഞ്ഞതും വസുധയുടെ ദേഷ്യം അതിന്റെ ഉച്ചിയിലെത്തി. നോക്ക്, ഏട്ടന്റെ ഭാര്യയായതുകൊണ്ട് മാത്രമാണ് നിങ്ങളെ ഞാൻ കൈ ഉയർത്തി തല്ലാത്തത് എന്ന് കരുതി അതെന്റെ ബലഹീനതയാണെന്ന് കരുതരുത്. ഇനിയൊരക്ഷരം എന്റെ മോളെക്കുറിച്ച് നിങ്ങളുടെ നാവിൽ നിന്ന് വീണാൽ ചിലപ്പോൾ ഏട്ടന്റെ ഭാര്യയാണെന്നുള്ള സ്ഥാനമൊക്കെ ഞാനങ്ങ് മറന്നെന്നു വരും. പിന്നീട് അത് നമുക്ക് രണ്ടുപേർക്കും വലിയ ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് ദയവ് ചെയ്ത് ഏട്ടത്തി എന്നെക്കൊണ്ട് അങ്ങനൊരു കടുങ്കൈ ചെയ്യിക്കരുത്. വസുധ അത് ഗായത്രിയോടായി പറഞ്ഞുകൊണ്ട് മുഖം തിരിക്കുന്ന അതേ സമയത്ത് തന്നെയാണ് ഒരു വൈറ്റ് കളർ ഇനോവ ക്രിസ്റ്റ തറവാടിന്റെ മുറ്റത്തേക്ക് വന്നത്. ഡ്രൈവറോട് യാത്ര പറഞ്ഞ് ആരോഗ്യ ധൃതിയിൽ ഉമ്മറത്തേക്ക് വന്നു കയറി. ഗായത്രിയും വസുധയും അടുത്തടുത്ത് നിൽക്കുന്നതും ഇരുവരുടെയും മുഖത്തെ ഭാവമാറ്റങ്ങളും കണ്ടതോടെ ആരോഗ്യക്ക് മനസ്സിലായി അവിടെ ഒരു സംസാരം ഉണ്ടായിട്ടുണ്ടെന്ന്. മിക്കവാറും അത് തന്നെ ചൊല്ലിയായിരിക്കും. അതും മനസ്സിലോർത്തുകൊണ്ട് വസുധയ്ക്കൊപ്പം തന്നെ ആരോഗ്യ അകത്തേക്ക് കയറി. മോളെ, നീ ഫ്രഷായി വാ, ഞാൻ ആഹാരം എടുത്തു വെക്കാം. ഇത്രയും നേരം താമസിച്ചതല്ലേ? ശരിയമ്മേ. അതും പറഞ്ഞുകൊണ്ട് അത്ര തെളിച്ചമില്ലാത്ത മുഖത്തോടെ ആരോഗ്യ മുകളിലേക്ക് കയറിപ്പോയപ്പോൾ സംശയത്തോടെ അവളെ നോക്കി വസുധ താഴെ നിന്നു. ആഹാരം എടുത്തു വെച്ച് ഏറെ നേരം കഴിഞ്ഞിട്ടും ആരോഗ്യ കാണാതായതോടെ അവളെ അന്വേഷിച്ച് മുകളിലേക്ക് ചെന്നതാണ് വസുധ. ആഹാ, നല്ല ആളാണ്. ഇതുവരെ ഓഫീസിൽ നിന്ന് വന്ന് വേഷം പോലും മാറിയില്ലേ? ഞാൻ കരുതി നീ ഇപ്പോൾ ഫ്രഷായിട്ട് താഴേക്ക് വരുമെന്ന്. ഏറെ നേരം കാണാതായതോടെ കയറി വന്നതാ ഞാന്. ഒരു വല്ലായ്മയോടെ ഇരിക്കുന്ന ആരോഗ്യയെ കാണെ വസുധ അവൾക്കരികിലേക്ക് ചെന്നു. എന്തു പറ്റുമോളെ? എന്താ നിന്റെ മുഖമൊക്കെ വല്ലാണ്ടിരിക്കുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ?
ആരോഗ്യയുടെ മുഖമൊന്ന് വാടിയത് കണ്ടതും വസതിക്ക് ആവലാതി തോന്നി. ഏയ്, കുഴപ്പമൊന്നുമില്ല അമ്മേ. മാക്സിമം തന്റെ കമ്പനിയിലെ പ്രശ്നങ്ങൾ തന്റെ ഉള്ളിൽ തന്നെ നിർത്താൻ ശ്രമിച്ചുകൊണ്ടാണ് ആരോഗ്യ അങ്ങനെ പറഞ്ഞത്. ഏയ്, വെറുതെ. പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് എന്നോട് കള്ളം പറയണ്ട. അങ്ങനെയാണെങ്കിൽ നീ മര്യാദയ്ക്ക് ഫ്രഷായി എപ്പോഴേ താഴേക്ക് വന്നേനെ. ഇത് കാര്യമായിട്ട് തന്നെ എന്തോ പ്രശ്നമുണ്ട്. എനിക്ക് മനസ്സിലായി. അത് പിന്നെ അമ്മേ, അത് പറഞ്ഞുകൊണ്ട് ആരോഹി ഇന്നത്തെ ദിവസം കമ്പനി നടന്ന കാര്യങ്ങളെല്ലാം വ്യക്തമായി കൃത്യമായി വസ്തുക്ക് പറഞ്ഞു കൊടുത്തു. എന്ത് പണിയാ മോളെ നീ കാണിച്ചത്? ഒരാൾ ഒരു ഫയലോ എന്താണെങ്കിലും, ഇനിയിപ്പോ ഒരു പേപ്പർ കഷ്ണമാണെങ്കിലും നിന്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നാല് അതിനുള്ളിൽ എന്താണെന്ന് നിവർത്തി നോക്കണ്ടേ? അതിനുള്ള ഉത്തരവാദിത്വം നമുക്കല്ലേ? ഒരുപക്ഷെ നീ അതപ്പോ ചെക്ക് ചെയ്തിരുന്നെങ്കിൽ ഫയൽ മാറിപ്പോയി വിവരം അറിഞ്ഞ് എങ്ങനെയെങ്കിലും കറക്റ്റ് ഫയലുമായിട്ട് നിനക്ക് പോകായിരുന്നു. അമ്മേ, അമ്മ കൂടി എന്നെ കുറ്റപ്പെടുത്തരുത്. എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. ഞാൻ ഞാൻ ആ സമയം അതൊന്നും ചിന്തിച്ചില്ല. നന്ദകിഷോർ സാറ് ഫയൽ കൊടുത്തു വിടാന്ന് പറഞ്ഞപ്പോ ഞാൻ കരുതി സാറ് കൊടുത്ത ഫയൽ കറക്റ്റ് ആണെന്ന്. ചിലപ്പോ ഇത് സാറിന് പറ്റിയൊരു അബദ്ധമായിരിക്കും. ആരോഗ്യ അത് പറഞ്ഞിട്ട് വിശ്വാസം വരാത്ത പോലെ വസുധ അവളെ നോക്കി. എന്തോ നീ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടിട്ട് എനിക്കങ്ങനെ തോന്നുന്നില്ല. വസുധ അത് പറഞ്ഞു നിർത്തിയതും ആരോഗ്യ അവർക്ക് നേരെ ഒരു നോട്ടം അയച്ചു. അതെന്താ അമ്മേ, അമ്മ അങ്ങനെ പറഞ്ഞത്? അങ്ങനല്ല, ഈ നന്ദകിഷോർ എന്ന് പറയുന്ന ആള് കറക്റ്റ് ഫയലൊന്ന് കൊടുത്തു വിട്ടതെങ്കിൽ എന്തായാലും നിന്റെ കയ്യിലും അത് തന്നെയല്ലേ കിട്ടൂ. ആളെന്തെങ്കിലും തിരിമറി നടത്തിയതാണെങ്കിലോ? ആൾക്ക് നിന്നോട് എന്തെങ്കിലും ദേഷ്യമോ വൈരാഗ്യമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? വസുധ അത് ചോദിച്ചപ്പോ അല്പസമയം ആരോഗ്യ ആലോചനയോടെ നിന്നു. ഏയ്, അങ്ങനൊന്നും ഇല്ലമ്മേ. സാറിനോട് എപ്പോഴും പറയുന്നത് നന്നായി തന്നെ ജോലി ചെയ്യണമെന്നാ. സാർ എപ്പോഴും നന്നായി തന്നെ ഇടപെട്ടിട്ടുള്ളൂ. പിന്നെങ്ങനെയാ അയാൾ കറക്റ്റ് ഫയൽ കൊടുത്തു വിട്ടതെങ്കിൽ നിന്റെ കയ്യിലെത്തിയപ്പോ ഫയൽ മാറിപ്പോകുന്നത്? അതമ്മ എനിക്കും അറിയാത്തേ. ആ, സാരയില്ല, പോട്ടെ. ഇനിയിപ്പോ ഓരോന്നൊക്കെ ആലോചിച്ചിരുന്നിട്ടേ ഒരു കാര്യവുമില്ല. അങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും നിന്റെ നിരപരാധിത്വം തെളിയിക്കാൻ നോക്കാം. മോളൊരു കാര്യം ചെയ്യേ, തൽക്കാലം ഈ വസ്ത്രമൊക്കെ മാറി ഫ്രഷ് ആയി താഴേക്ക് വാ. എന്നിട്ട് എന്തെങ്കിലും കഴിക്ക്. രാവിലെ ഇട്ട ഡ്രസ്സല്ലേ. അതിനുശേഷം നീ ഒന്ന് സമാധാനമായിട്ട് കിടന്നുറങ്ങ. വസുധ പറഞ്ഞിട്ടും അനുസരിക്കാതെ അല്പനേരം അവിടെ തന്നെ ഇരുന്നു ആരോഹി. ഒടുക്കം വസുധ അവളെ നിർബന്ധിച്ച് കുളിക്കാനായി പറഞ്ഞു വിട്ടു. അക്ഷിതിന്റെ ദേഷ്യം അറിയാവുന്നതുകൊണ്ട് തന്നെ അവൻ ഏത് രീതിയിൽ പ്രതികരിക്കുമെന്ന് ആലോചിക്കും തോറും ആരോഹിക്ക് യാതൊരു സമാധാനവും കിട്ടുന്നുണ്ടായിരുന്നില്ല. ബാത്റൂമിൽ കയറിയെങ്കിലും ഏറെ നേരം അവൾ ആലോചനയോടെ നിന്നു. നാളെ എങ്ങനെ ഓഫീസിലേക്ക് പോകും? അക്ഷതിനെ എങ്ങനെ അഭിമുഖീകരിക്കും എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ആരോഹിക്ക് വല്ലാത്തൊരു വെപ്രാളം തോന്നി. എന്തു വന്നാലും തന്റെ നിരപരാധിത്വം തെളിയിച്ചേ പറ്റൂ. അതിനെ അക്ഷിത തന്നെ ഓഫീസിൽ നിന്ന് പറഞ്ഞു വിട്ടാലും ശരി. നിരപരാധിത്വം തെളിയിച്ചിട്ടേ ആ ഓഫീസിന്റെ പടി ഇറങ്ങൂ. ആരോഗ്യ മനസ്സിൽ മന്ത്രിച്ചുകൊണ്ട് യാന്ത്രികമായി തന്നെ ഓരോ കാര്യങ്ങളും ചെയ്തു. കുളിച്ചിറങ്ങി അവൾ താഴേക്ക് വരുമ്പോഴേക്കും ഏകദേശം എല്ലാവരും ആഹാരം കഴിക്കാനെത്തി. എന്തുപറ്റി? ആരോഗ്യമോൾ ഇന്ന് താമസിച്ചാണോ വന്നത്? കൃഷ്ണമേനോൻ ചോദിച്ചതും അർജുന്റെ നോട്ടം പാളി ആരോഗ്യയിലേക്ക് നീണ്ടു. അതേ മുത്തശ്ശ, ഇന്നൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. വിദേശത്തു നിന്ന് വന്ന ക്ലയൻസ് ആണ്. അപ്പൊ സാറിന്റെ കൂടി ഒരു കോൺഫറൻസ് മീറ്റിങ്ങിന് പോകേണ്ടി വന്നു. അത് കഴിയാൻ കുറച്ച് സമയമെടുത്തു. ആരോഗ്യ കൃഷ്ണമേനോനെ നോക്കി പറയുന്നതോടൊപ്പം തന്നെ ഭക്ഷണവും കഴിച്ചു. ആർക്കറിയാം മീറ്റിംഗ് എന്ന് പറഞ്ഞ് എവിടേക്കാ പോകുന്നതെന്ന്. ഇപ്പൊ എന്തൊക്കെ സംഭവങ്ങളായി നാട്ടിലുണ്ടാവുന്നേ? ആരോഗ്യ പറഞ്ഞു നിർത്തിയ മാത്രമേ തന്നെ ഗായത്രി ആരോടെന്നല്ലാതെ ഇരുന്ന് പറഞ്ഞു തുടങ്ങി. എന്തായാലും വേണ്ടില്ല. അത്രമാത്രം ഗായത്രി പറഞ്ഞതും കൃഷ്ണമേനോന്റെ വിളി അവരെ തേടിയെത്തി. ഗായത്രി, മതി, നിർത്ത്. നിന്റെ അധിക പ്രസംഗം പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള വർത്താനങ്ങൾ ഈ വീട്ടിൽ വേണ്ടെന്ന്. അല്ലച്ചാ, നമ്മുടെ തറവാട്ടിലെ കുട്ടിയല്ലേ, അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. ഗായത്രിയുടെ സംസാരം കേട്ടിട്ട് വസതിക്ക് നാവ് ചൊറിഞ്ഞു വരുന്നുണ്ടായിരുന്നു. പക്ഷെ എത്ര കേട്ടാലും അതൊന്നും തന്നെ ബാധിക്കുന്നതേ അല്ല എന്നുള്ള രീതിയിലുള്ള ഗായത്രിയുടെ പെരുമാറ്റം കാണിക്കെ വസതിക്കും ഇപ്പോഴവരോടൊരു മറുപടി തിരിച്ചു പറയാൻ തോന്നാറില്ല. എന്തെങ്കിലും കാണിക്കട്ടെ എന്തൊരു ചിന്തയാണ് വസതിക്കിപ്പോൾ. ആരോഗ്യമാണെങ്കിൽ ഗായത്രിക്ക് ഒരു മറുപടി കൊടുക്കാൻ താല്പര്യമില്ലാത്ത മട്ടിലിരുന്നു. മറ്റൊന്നും കൊണ്ടല്ല, അവളുടെ മനസ്സ് മറ്റെവിടേക്കോ ആയിരുന്നു. അതേസമയം ഗായത്രിയെ അർജുനും കൃത്യമായി ശ്രദ്ധിച്ചു ആരോഗ്യയുടെ മൗനം. അതിൽ നിന്ന് തന്നെ അവർ ഊഹിച്ചു
ആരുഹിക്ക് കാര്യമായി മറ്റെന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന്. അമ്മയും മോനും പരസ്പരം മറ്റാർക്കും മനസ്സിലാകാത്ത വിധം നോട്ടങ്ങൾ കൈമാറി. പാതി കഴിച്ചു മടുത്തുപോയ മനസ്സുമായി ആരുഹി ഇരുന്നിടത്ത് നിന്ന് എണീറ്റു. മുഴുവൻ കഴിച്ച് എഴുന്നേക്കൂട്ടി. മതി മുത്തശ്ശ. പാതി കഴിച്ച് തീർത്ത പാത്രവുമായി ആരുഹി എഴുന്നേക്കാൻ തുടങ്ങിയത്. മുത്തശ്ശി അവളോട് കഴിക്കാൻ പറഞ്ഞു. വിശപ്പില്ല മുത്തശ്ശി. എന്തോ വസ്തുക്കും അവളെ നിർബന്ധിക്കാൻ തോന്നിയില്ല. പ്ലേറ്റ് കൊണ്ട് അടുക്കളയിലേക്ക് വെച്ച ശേഷം ആരോഹി നേരെ മുറിയിലേക്ക് നടന്നു. എങ്ങനെയൊക്കെയോ ആ രാത്രി ഇരുട്ടി വെളുപ്പിച്ചു എന്ന് പറയുന്നതാവും കൂടുതൽ ശരി. പിറ്റേന്ന് രാവിലെ പതിവ് പോലെ ഓഫീസിലേക്ക് പോകാൻ എല്ലാ ദിവസങ്ങളിലെയും പോലെ ഒരു ഉത്സാഹം ഇല്ലായിരുന്നു അവൾക്ക്. ആരോഗ്യയുടെ മാറ്റങ്ങളെല്ലാം വസുധ കൃത്യമായി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. താല്പര്യമില്ലാത്ത രീതിയിൽ ഒരു സാരി എടുത്തുടുത്തു. അലസമായി അത് ഞൊറിഞ്ഞുകുത്തി. മുഖത്ത് ചമയങ്ങൾ പോലും ഇല്ലാതെ പോകാൻ ഇറങ്ങാൻ തുടങ്ങുന്നവളെ വസുധ അവിടെ പിടിച്ചു നിർത്തി. എന്താ ആരോഹി നിന്റെ ഉദ്ദേശം? പെട്ടെന്ന് വസുധ അങ്ങനെ ചോദിച്ചപ്പോൾ ആരോഹിക്ക് കാര്യം മനസ്സിലായില്ല. എന്താമ്മേ? അതല്ല, നീ ജോലിക്ക് തന്നെയല്ലേ പോകുന്നത്? അതെ. അതിലെന്താ അമ്മയ്ക്ക് ഇത്ര സംശയം? ആരോഹി ചൊടിയോട് ചോദിച്ചു. ഈ മരിച്ച വീട്ടിലേക്ക് പോകും പോലെയാണോ ജോലിക്ക് പോന്നേ? എന്ന് നീ ഇങ്ങനെയൊന്നും അല്ലല്ലോ പോകുന്നേ. അത് പിന്നെ എന്നത്തെയും പോലെയാണോ അമ്മ ഇന്ന്? ഇന്നത്തെ കാര്യങ്ങളോർത്ത് എന്റെ കാല് പോലും നിലത്തുറയ്ക്കുന്നില്ല. അതിന് നീ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. അത് നിനക്ക് പൂർണ്ണമായ ബോധ്യവുമുണ്ട്. പിന്നെ നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? അതുകൊണ്ട് അമ്മ പറയുന്ന കേൾക്ക്. എന്നും എങ്ങനെയാണോ ഓഫീസിൽ പോകുന്നത് അതുപോലെ തന്നെ പോകും. പിന്നെ വരുന്ന പ്രശ്നങ്ങളെല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം. എന്തായാലും നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് നമുക്ക് പൂർണ്ണമായ ബോധ്യമുള്ളിടത്തോളം കാലം നമ്മൾ ആരുടെയും മുമ്പിൽ പേടിച്ചും പതുങ്ങി നിൽക്കേണ്ട കാര്യമില്ല. കേട്ടല്ലോ? വസുധ പറഞ്ഞതും ആരോഗ്യ അവരെ നോക്കി ഒന്ന് തലകുലുക്കിക്കൊണ്ട് കണ്ണാടിയിൽ ഒട്ടിച്ചു വച്ചിരുന്ന ഒരു കുഞ്ഞു കറുത്ത പൊട്ടെടുത്ത് നെറ്റിയിലേക്ക് തൊട്ടു. മുടി നന്നായി ചീകി ഒതുക്കി സാരി ഞൊറിവുകൾ വൃത്തിയിൽ പിടിച്ചുവെച്ച് വസുധയൊന്ന് നോക്കി തലയാട്ടിക്കൊണ്ട് താഴേക്ക് നടന്നു. ആരോഹി ജോലിക്ക് പോകാനായി ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ഗായത്രി അർജുനും വാതിക തന്നെ ഉണ്ടായിരുന്നു. ഇന്നലെ ആരോഹിയെ ഡ്രൈവർ കൊണ്ടുവിട്ടതിനാൽ തന്നെ അവളുടെ സ്കൂട്ടി ഓഫീസിലായിരുന്നു. അതുകൊണ്ട് തന്നെ ആരോഹി അന്ന് ബസ്സിലാണ് പോയത്. ആരോഹി വാരത്തെ വലിയ ഗേറ്റ് കിടന്ന് മുന്നോട്ട് പോയതും അർജുനും ഗായത്രിയും പരസ്പരം മുഖത്തോട് മുഖം നോക്കി. എന്നും ഉടുത്തൊരുങ്ങി പോകുന്ന കാണാം. പോക്ക് കണ്ടാത്തൊന്നും വലിയ സർക്കാർ ഉദ്യോഗമാണെന്ന്. ആർക്കറിയാം, ഈ കോൺഫറൻസ് എന്നും മീറ്റിംഗ് എന്നും പറഞ്ഞുപോയി ആരുടെയൊക്കെ കൂടെ കിടന്നിട്ടാ വരുന്നതെന്ന്. ഗായത്രി അർജുനോട് തമാശ പോലെ പറഞ്ഞുകൊണ്ട് നേരെ നോക്കുന്നത് വസുധയുടെ മുഖത്തേക്കാണ്. ഇന്നോളം കാണാത്തത്രയും ദേഷ്യത്തിൽ അന്ന് ഗായത്രി കണ്ടു വസുധയെ. കാറ്റുപോലെ ഗായത്രിക്ക് അടുത്തേക്ക് പാഞ്ഞെടുത്തു വന്ന് വലം കൈ വീശി ഗായത്രിയുടെ കവിളിൽ ആഞ്ഞടിച്ചു വസുധ. പെട്ടെന്നുള്ള പ്രവൃത്തിയായിരുന്നു വസുധയുടേത്. അതുകൊണ്ട് തന്നെ അർജുനും അവരെ തടയാനോ പിടിച്ചു മാറ്റാനോ കഴിഞ്ഞില്ല. പക്ഷെ പെട്ടെന്ന് തന്നെ ബോധം വീണ്ടെടുത്തുകൊണ്ട് ഗായത്രിയെ താഴേക്ക് വീഴാതെ പിടിച്ചു നിർത്തിയവൻ. കനലെരിയുന്ന കണ്ണുകളോടെ ഗായത്രിയും അർജുനും വസുധയെ നോക്കി. നീ എന്നെ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട ഗായത്രി. പല പ്രാവശ്യം ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്, നിന്റെ നാവിൽ നിന്ന് എന്റെ മോളെക്കുറിച്ച് അനാവശ്യമായി ഒരു വാക്കുപോലും വീണു പോകരുതെന്ന്. അപ്പൊ ഇതായിരുന്നല്ലേ നിന്റെയൊക്കെ മനസ്സിലിരിപ്പ്? ഛേ, ഇത്ര ദുഷിച്ച ചിന്താഗതിയാണ് നിന്റേതൊക്കെ. ഗായത്രി, നീ ഒരിക്കലും നിന്റെ മക്കളെ അളക്കുന്ന കണ്ണുകൊണ്ട് എന്റെ മോളെ നോക്കുപോലും ചെയ്യരുത്. കേട്ടല്ലോ? അത്രയും പറഞ്ഞ് ചൂണ്ടുവിരൽ ഗായത്രിക്ക് നേർക്ക് നീട്ടി താക്കീതുപോലെ പറഞ്ഞുകൊണ്ട് വാസുദ ഉമ്മരം വിട്ട് അകന്നു. എപ്പോഴും ഏടത്തിന്ന് മാത്രം വിളിക്കുന്ന വസ്തയുടെ നാവിൽ നിന്നും നീയെന്നും ഗായത്രിയെന്നും പേരുകൾ കേൾക്കെ ഗായത്രി ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാതെ അർജുന നേർക്ക് നോക്കി. അവരുടെ കവിളിൽ അപ്പോഴും വസുധയുടെ വിരൽപ്പാടുകൾ ചുവന്ന് തിണർത്ത് കിടക്കുന്നുണ്ടായിരുന്നു. അമ്മ എന്തിനാ എന്നെ നോക്കി പേടിപ്പിക്കുന്നത്? ഞാൻ ആവശ്യപ്പെട്ടു അമ്മയോട് ആരോഹി അങ്ങനെയൊക്കെ പറയാനായിട്ട്. അല്ലെങ്കിൽ തന്നെ അമ്മയ്ക്ക് അറിയാവുന്ന കാര്യമാണ് ആരോഹി അങ്ങനെ ഒരു പെണ്ണല്ല എന്ന്. ഓഹോ, നിനക്ക് അതേക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ഇപ്പോഴാണോ ബോധം വന്നത്? അവളൊന്ന് തിരിഞ്ഞാലോ പിരിഞ്ഞാലോ അവളെ സംശയത്തോടെ നോക്കിക്കൊണ്ടു നടന്ന നീ ഇത്ര പെട്ടെന്നങ്ങ് നല്ലവനായോ? കവളിലെ വേദന കടിച്ചു പിടിച്ചുകൊണ്ട് ഗായത്രി അർജുനോട് ചോദിച്ചു. ദേ നോക്കമ്മേ, അപ്പച്ചി നമ്മൾ ഉദ്ദേശിച്ച ആളല്ല. അതുകൊണ്ട് നോക്കിയും കണ്ട് നിൽക്കുന്നതാണ് നമുക്ക് നല്ലത്. കാര്യം ഇത് നമ്മുടെ വീട് തന്നെയാ. പക്ഷേ ഈ വീട്ടിൽ നിന്ന് മുത്തശ്ശൻ വിചാരിച്ച നമ്മളെ അടിച്ചിറക്കാൻ കഴിയും.
അതുകൊണ്ട് നമ്മളായിട്ട് അതിനൊരു സാഹചര്യം ഒരുക്കരുത്. അതും പ്രത്യേകിച്ച് എന്റെയും ആവണിയുടെയും വിവാഹമൊക്കെ നിശ്ചയിച്ചു വച്ചിരിക്കുന്ന ഈ സാഹചര്യത്തില്. അർജുൻ ഒരു താക്കീത് പോലെ പറഞ്ഞപ്പോൾ ഗായത്രി അമർഷത്തോടെ അകത്തേക്ക് കയറിപ്പോയി. അർജുൻ നേരെ ഹോസ്പിറ്റലിലേക്കും പോയി. മാനവും ഫാമിലിയും നാട്ടിൽ വന്നതിന് ശേഷം ആവണി മിക്ക ദിവസങ്ങളും അവിടെ തന്നെയാണ്. ഇടയ്ക്ക് വല്ലപ്പോഴും വാരത്തേക്ക് വരും, അത്രമാത്രം. വാരത്തുള്ള ആർക്കും ആവണി മാനവിന്റെ വീട്ടിൽ വിവാഹത്തിന് മുൻപേ താമസിക്കുന്നതിനോട് യോജിപ്പില്ല. അമേരിക്കൻ കൾച്ചർ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഗായത്രി മകളുടെ തന്നിഷ്ടത്തെ ന്യായീകരിച്ചു വെച്ചിരിക്കുകയാണ്. നല്ല ഭയത്തോടെ തന്നെയാണ് ആരോഗ്യ എന്ന ഓഫീസിലേക്ക് പോയത്. ലിഫ്റ്റ് ഇറങ്ങി അക്ഷതിന്റെ ക്യാബിനിലേക്ക് നടക്കുന്ന നേരത്താണ് അവൾക്ക് എതിർവശത്തുകൂടി അനന്യ അവിടേക്ക് വന്നത്. ആഹാ, ആരിത്? ആരോഗ്യോ? കണ്ടിട്ട് കുറച്ച് നാളായല്ലോ. അതെന്താ, മേഡത്തിന് എന്നെ കണ്ണിന് പിടിച്ചില്ലേ? ഞാനിവിടൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ആ, നാളെ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായാ മതി. അനന്യ എങ്ങും തൊടാത്ത രീതി പറഞ്ഞിട്ട് പോയപ്പോൾ ആരോഗ്യ അല്പ സംശയത്തോടെ അവൾ പോകുന്ന വഴിയെ നോക്കി നിന്നു. പിന്നെ മറ്റൊന്നും ചിന്തിക്കാതെ നേരെ ക്യാബിൻ ഡോർ തള്ളി തുറന്ന് അകത്തേക്ക് കയറി. അക്ഷിത് വന്നിട്ടുണ്ടായിരുന്നില്ല. വരാനിരിക്കുന്ന ഒരു കൊടുങ്കാറ്റിന്റെ മുന്നോടിയെന്നോണം ആരോഹിക്ക് ഉടലാകെ വിറകൊണ്ടു. എങ്കിലും പ്രത്യേകിച്ചൊന്നും സംഭവിക്കാത്ത പോലെ തന്നെ അവൾ ജോലികൾ ചെയ്തു തുടർന്നു. ഏകദേശം 10 മണിയോടടുക്കാറായപ്പോഴാണ് ക്യാബിൻ ഡോർ തുറന്ന് അതീവ ദേഷ്യത്തോടെ അക്ഷിത് ക്യാബിനിലേക്ക് കയറി വന്നത്. ആരോഹി പതിവ് പോലെ തന്നെ ഇരുന്നിടത്തു നിന്ന് എഴുന്നേറ്റ് അവനെ വിഷ് ചെയ്തെങ്കിലും ഒരു നോട്ടം കൊണ്ട് പോലും അവളെ ഗൗനിക്കാതെ അക്ഷിത് ലാപ്പ് തുറന്നു വെച്ച് ദേഷ്യത്തിൽ എന്തൊക്കെയോ നോക്കിക്കൊണ്ടിരുന്നു. ഇടയ്ക്ക് അവൻ 1-2 കോൾസൊക്കെ വന്നു. അല്പസമയത്തിന് ശേഷം ക്യാബിനിലേക്ക് മറ്റൊരാൾ കൂടി കയറി വന്നു. അയാളും സിസ്റ്റത്തിലേക്ക് നോക്കി അക്ഷിതിനോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു. പിന്നെയും കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ ആരോഹിക്ക് മനസ്സിലായി ആ വന്നിരിക്കുന്നത് CCTV ടെക്നീഷ്യനാണെന്ന്. ആരോഹി, കം ഹിയർ. അക്ഷിത് മുഴക്കമുള്ള ശബ്ദത്തെ വിളിച്ചപ്പോൾ ആരോഹി ഭയത്തോടെ അവന്റെ അടുത്തേക്ക് ചെന്നു. ആരോഹിയുടെ ഏക ധൈര്യം CCTV ടെക്നീഷ്യൻ അവിടെ ഉണ്ടെന്നുള്ളതായിരുന്നു. തുടരും.